ഈ വഴക്കാളി കാന്താരി പെണ്ണ് എങ്ങനെ എനിക്കിത്ര പ്രിയപ്പെട്ടവളായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലെന്ന് ഉത്തരം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അരുൺ കയ്യിലുള്ള റിമോട്ട് വീണ്ടും ചലിപ്പിച്ചു. സ്ക്രീനിൽ അവൻ്റെയും ആദിയുടെയും ചിത്രങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഇന്ന് അവരുടെ 1ാം വിവാഹ വാർഷികമാണ്. അതിൻ്റെ പാർട്ടി നടത്തുകയാണവർ. ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും അവർ കൂടുതൽ കൂടുതൽ ചേർന്ന് നിന്നു. അവൻ താലി കിട്ടുന്ന ഫോട്ടോ വന്നപ്പോൾ അവൻ വീണ്ടും റിമോട്ട് പോസ്റ്റ് ബട്ടണിൽ അമർത്തി. ഇനി ഈ അഹങ്കാരി അലവലാതെ കെട്ടിയെടുത്തുകൊണ്ട് വന്ന കഥ പറയാം. അത്യാവശ്യം കനപ്പെട്ടൊരു തേപ്പ് കിട്ടി മാനസമൈനയും പാടി കുടിച്ച് ഫിറ്റായി നടക്കുന്ന കാലത്താണ് അമ്മയും അച്ഛനും കൂടി ഒരു ഹലാക്കിൽ ഉടമ്പടിയും കൊണ്ട് വരുന്നേ. ഒന്നുമില്ലെങ്കിൽ കെട്ടണം, എന്നിട്ട് ഫാമിലി ബിസിനസ് നോക്കി നാട്ടിലിരിക്കുക, അല്ലെങ്കിൽ അങ്ങ് ഗൾഫിലോട്ട് വിമാനം കയറുക, അല്ലെങ്കിൽ 10 പൈസ ഇനി തരത്തില്ലെന്ന് കണ്ണീച്ചോരില്ലാതെ എൻ്റെ അപ്പം മഹം പറഞ്ഞു. പുള്ളി ഒറ്റത്തന്തക്ക് ജനിച്ചതായതുകൊണ്ടും പറഞ്ഞ വാക്കിനപ്പുറത്തേക്കില്ല എന്നറിയാവുന്നതുകൊണ്ടും ഞാൻ കീഴടങ്ങി. ഗൾഫിൽ പോയി വെയിൽ കൊള്ളേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, കെട്ടാൻ തീരുമാനിച്ചു. പിന്നെ പെണ്ണാണെന്ന തിരക്കായിരുന്നു. ഒന്നിനെ എനിക്ക് പിടിച്ചില്ല. എൻ്റെ ഒരു സങ്കല്പം മിനിമം ഐശ്വര്യ റായി ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോണ്ട് എന്നെ തേച്ചിട്ട് പോയ അലവരാതി ചായക്കപ്പും താങ്ങി പിടിച്ചുകൊണ്ട് ഇളിച്ചു വരുന്നു. അവളെ കണ്ടപ്പോൾ മോന്തക്കിട്ടൊന്ന് കൊടുക്കാനാ തോന്നിയേ. ലവളുടെ കെട്ട് കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇതും താങ്ങി പിടിച്ചോണ്ട് വരുന്നതെന്ന് ചിന്തിച്ചപ്പോൾ പുറകിൽ കൂടി ഒരു പച്ച ചുരിദാർട്ടവൾ കുണുങ്ങി വരുന്നു. ലവളുടെ അനിയത്തിയായിരിക്കും. എന്നിലെ വില്ലൻ ഉണർന്നു. പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരം. എന്നെ കണ്ട് ഇലക്ട്രിക് ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്ന തേപ്പുകാരിയോട് ചിരിക്കാതെ അനിയത്തിയെ നോക്കിയൊരു ചിരിവാസാക്കി. എന്നിട്ട് ചായയും ജിലേബിയും അടിച്ചു കയറ്റി. അപ്പോഴാ അമ്മാവൻ എന്ന് പറയുന്ന കാർന്നോര് പറയുന്ന കേട്ട് അവൾക്കൊരു ഏട്ടം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ തേപ്പുകാരി. ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു, ആയിരിക്കണ അമ്മാവൻ തണ്ടിയുടെ മുതലാണ് ആ സാധനം. അപ്പൊ തന്നെ അയാളും ഒഴിഞ്ഞു. ആരായാലും വേണ്ടില്ല, ഇവളെ തന്നെ കെട്ടത്തുള്ളൂ. തേപ്പുകാരിക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പ്രതികാരം. അവളുടെ മുന്നിൽ വെച്ച് അവളുടെ വേണ്ടപ്പെട്ടവളങ്ങ് കെട്ടിയെടുക്കുക. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അച്ഛനെ നോക്കി കണ്ണിറുക്കി. അച്ഛൻ വേറൊന്നും നോക്കിയില്ല. അടുത്ത മാസം തന്നെ കെട്ടുറപ്പിച്ചുകൊണ്ട് പോന്നു. തേപ്പുകാരി നോക്കി ഒരു വിജയച്ചിരി കൊടുത്ത് നേരെ വീട്ടിലോട്ട്. വിളിയൊക്കെ വളരെ കമ്മിയായിരുന്നു. കാരണം പ്രതികാരമാണുള്ള ഉദ്ദേശം. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തണം, മറ്റവളോടുള്ള കലിപ്പ് തീർക്കണം. ആലോചിച്ച് ഞാൻ രോമാഞ്ച പുളകിതനായി. അങ്ങനെ കെട്ടും കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തി. തേച്ചവളോടുള്ള പ്രതികാരം തീർക്കണം. ഞാൻ കഥ കടച്ചുകൊണ്ട് കഥയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. എടി പുല്ലേ, ഉണക്ക കമ്പ് പോലിരിക്കുന്ന വെള്ളപ്പാറ്റേ, നീ എന്താ വിചാരിച്ചേ? നിന്നെ കണ്ടപ്പോ തന്നെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടാ നിന്നെ ഞാൻ കെട്ടിയെടുത്തെന്നോ? അല്ലേടി പുല്ലേ, നിന്റെ മുന്നിലൂടെ ഞെളിഞ്ഞ് നടന്നില്ലായിരുന്നോ വിദ്യ? ബോളിവുഡിലെ വിദ്യാബാലനാന്നാ അവളുടെ വിചാരം. അവളെന്നെ 8ആയിട്ട് തേച്ചിട്ട് പോയതാ. അപ്പൊ അവളുടെ അനിയത്തിക്കിട്ട് 16ആയിട്ട് പണി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാടി നിന്നെ കെട്ടിയെടുത്ത്. പിന്നെ അറിഞ്ഞ് നീ മാമന്റെ മോളാന്ന്. ഏത് മോളായാലും വേണ്ടില്ല, ആ തെണ്ടിയുടെ മുന്നിൽ വെച്ച് എന്റെ കെട്ട് നടത്തണം എന്നുള്ളതായിരുന്നടി എന്റെ ജീവിതാഭിലാഷം. എന്റെ പ്രതികാരമാണടി കല്യാണം. ഏണെ പോയി ആ സെറ്റിയിലെങ്ങാൻ കിടന്നോ. ഒരു പൊട്ടിക്കരച്ചിൽ പ്രതീക്ഷിച്ച് ഞാൻ കേട്ടത്. നീ പോടാ പട്ടി, ദേ ചേർക്ക, ഞാനിവിടെ കട്ടിൽ കിടക്കും, നീ വേണം ആ സെറ്റിലെങ്ങാനും കിടന്നോ. വല്ല കുരുത്തക്കേടും മനസ്സിലുണ്ടല്ലേ ആ വെള്ളങ്ങ് വാങ്ങി വെച്ചൊരു മോൻ. ഇവിടെ ഞെട്ടിക്കാൻ നിന്ന ഞാൻ ഇടിവെട്ടേര് പോലെ ഷോക്ക് അടിച്ച് പണ്ടാരടങ്ങി നിപ്പായി. എന്റെ നൃത്തം കണ്ട് അവൾ തുടർന്നു. താൻ എന്താ വിചാരിച്ചേ? തന്റെ ഈ സൗന്ദര്യമില്ലായ്മയും വിവരക്കുറവും കണ്ട് കിട്ടിയതാണെന്നോ? അല്ല മോനെ, നിന്റെ കൂടെ ഒരുത്തം സുഖമായിട്ട് ചിരിച്ചോണ്ടിരുന്നിരുന്നില്ലേ വിവേക്? ആ തെണ്ടി എന്നെ അസലായിട്ടും തേച്ചിട്ട് പോയി. അപ്പൊ അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ ചങ്കും കരളുമായി നിന്നെ കൊണ്ട് എന്റെ കടുത്തിൽ താലി കെട്ടിപ്പിക്കുന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇതെന്റെ പ്രതികാര. ഡാ തെണ്ടി വിവേകേ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ദേഷ്യത്തോടെ പാൽ ഗ്ലാസ് എടുത്തെറിയാൻ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, അതെ, നീ കാശ് കൊടുത്ത് വാങ്ങിച്ച ഗ്ലാസ്സാ, വെറുതെ എറിഞ്ഞു പൊട്ടിച്ച് സ്വന്തം കാശ് കളയണോ? വേണ്ടല്ലേ. ഞാൻ പാല് പകുതി കുടിച്ചു. പുതപ്പുമെടുത്ത് സെറ്റിയിലോട്ട് പോകാൻ നോക്കിയപ്പോൾ അവൾ പിന്നെ പറഞ്ഞു, ഒരു പുതപ്പേ ഉള്ളൂ, എനിക്കാണെങ്കിൽ രാത്രി മേത്ത് പുതപ്പിടാതെ ഉറക്കം വരില്ല. എനിക്കും. ഞാൻ കണ്ണിറുക്കി. എന്നാ പിന്നെ സെറ്റിയിൽ എന്നാത്തിനാ പോയി കിടക്കുന്നത്? ഇവിടെ കട്ടിലേക്ക് കിടക്കാലോ. കൊച്ചു കള്ളി. അല്ല മോളെ, നമ്മുടെ പ്രതികാരമൊക്കെ കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ നമ്മളായിട്ട് ആദ്യരാത്രിയുടെ ചടങ്ങൊന്നും തെറ്റിക്കണ്ട അല്ലേ? എന്നാ പാല്. അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാനും. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തേപ്പ് കല്യാണത്തിന്റെയും പ്രതികാരത്തിന്റെയും വിത്താണ് ഇവളുടെ വയറ്റിൽ കിടന്ന് മുളക്കുന്നത്. ഇനി 6 മാസം കൂടി കഴിഞ്ഞാൽ ഇങ്ങ് പുറത്തിയാടും. ആദ്യ കണ്ണുകൾ തുടച്ചു. അത് കണ്ടവൻ ചോദിച്ചു, ഈ പുല്ല്, നിനക്ക് കരയാനൊക്കെ അറിയോ? നീ പോടാ പട്ടി. അവനവളുടെ വയറ്റിൽ പതുക്കെ തലോടി ഒരു കുഞ്ഞു മുത്ത് നൽകി. ഇതെന്റെ കുഞ്ഞു കാന്താരിക്ക്.